അനുസരിച്ച് ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരിയുടെ കയ്യിൽ ഒരു ജോഗ്രഫി ഒരു ഏരിയ വന്നാൽ അത് മൊത്തം വഖഫാണ്. ഇന്ത്യക്ക് 3 മുസ്ലിം പ്രൈം മിനിസ്റ്റർമാരുണ്ടായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, മൈമുന ബീഗം ഇന്ദിര, രാജീവ് ഖാൻ 3 പേരുണ്ടായിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ഇനി രഹസ്യമായിട്ട് മുസ്ലിമായ മൻമോഹൻ സിംഗ് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ. പിന്നെ 3 ചീഫ് ജസ്റ്റിസുമാരുണ്ടായിട്ടുണ്ട് മുസ്ലിം. ജനജീവി ഇങ്ങനത്തെ വൃത്തിയായിട്ട് ചർച്ചയായിട്ട് മുന്നോട്ട് രണ്ടുപേരും ജനൻ ടിവി വിളിച്ചിട്ട് വന്ന അതിഥികളാണ്. പ്ലീസ്, നിങ്ങൾ അതിഥികളാണ്. രാഷ്ട്രീയ നിരീക്ഷണം നല്ല വെക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വിളിച്ചിട്ട് വന്ന അതിഥികളാണ്. ദയവായി സംയമനം പാലിക്കൂ പ്ലീസ്. ചർച്ചയിൽ കാര്യങ്ങൾ പറയാമല്ലോ. ഇങ്ങനെ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് എന്താണ് ഗുണം? ദയവായി ചർച്ചയിൽ പങ്കെടുക്കൂ പ്ലീസ്. പരസ്പരം നിങ്ങൾ കൊമ്പുകോർത്തിട്ട് എന്താണ് കാര്യം? വസ്തുതകൾ വെച്ച് നമുക്ക് പരിശോധിക്കാമെന്നേ. പ്ലീസ് പ്രൊഫസർ സ്റ്റാലി സെബാസ്റ്റ്യൻ, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു പ്രദേശത്തെ ചെറിയ ഒരിടത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുന്നു, പിന്നീട് അത് കൃഷിഭൂമിയായെന്ന് വരാം, ചിലപ്പോൾ ഒരു ഗ്രാമമായെന്ന് വരാം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടതാണ്. ബീഹാറിലെ ഗോവിന്ദപുര എന്ന ഒരു പ്രദേശമാകെ അവിടുത്തെ ഗ്രാമവാസികളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. തിരുച്ചെന്തുറയിൽ നടന്നതറിയാം. കൃഷിഭൂമി, പിന്നീട് ക്ഷേത്രങ്ങൾ, സ്മാരകങ്ങൾ, അങ്ങനെ ചരിത്ര സ്മാരകങ്ങൾ, പുരാവസ്തു ഗവേഷക വകുപ്പിന് കീഴിലുള്ളത് എല്ലാം ഞങ്ങളുടേതെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വഖഫ്. ഈ വഖഫ് എന്താ വേറെ രാജ്യമാണോ? ഇതാദ്യമായിട്ട് ഞാനൊരു കാര്യം പറയുന്നു. വഖഫ് എന്ന് പറയുന്നത് നെഹ്റുവും മൈമുന ബീഗം ഇന്ദിരയും മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എല്ലാവരും കൂടെ ഇതിന്റെ അകത്ത് ഇന്ത്യക്കകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മിനി പാകിസ്ഥാൻ തന്നെയാണ്. അവർക്ക് സുപ്രീം കോടതിക്ക് മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൂപ്പർ കോടതിയാണ് ഈ വഖഫ് ട്രിബ്യൂണൽ. അല്ലാതെ ഇതിന് യാതൊരുവിധ ഭരണഘടനാ സാധ്യതയോ ഒന്നുമില്ല. ശ്രീമാൻ റോണി ഇവിടെ പറഞ്ഞത് മൊത്തം കല്ലുവെച്ച നുണയാണ്. അതിന്റെ കാരണം കർണാടകത്തില് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നത് 2023 മെയ് മാസത്തിലാണ് ഇവിടെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരുന്നത്. ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് 2013-ലും 1995-ലും 1954-ലും നെഹ്റുവും നരസിംഹറാവും മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി ടീമും ഉണ്ടാക്കിയ നിയമം ഒറ്റയടിക്ക് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ഇവിടുത്തെ സിദ്ധരാമയ്യയും ഖാർഗെയും മറ്റേ സമീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മന്ത്രിയും കൂടെ ചേർന്ന് എല്ലാ കളക്ടർമാരെയും തഹസിൽദാർമാരെയും വില്ലേജ് ഓഫീസർമാരെയും മീറ്റിംഗ് കൂട്ടി വിരട്ടി ഭീഷണിപ്പെടുത്തി ഇത് മാറ്റി. അപ്പൊ അതിന്റെ വീഡിയോ കിടപ്പുണ്ട്. സമീർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഉണ്ട്. 15 ദിവസത്തിനകം ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ പറപ്പിക്കുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഇവിടുത്തെ നാഷണൽ ചാനലുകൾ മൊത്തം കാണിച്ചു. പക്ഷെങ്കിൽ കേരളത്തിലെ മീഡിയ ഹൈഡ് ചെയ്തു. അതനുസരിച്ചാണ് ബീദറിലെയും ഹവേരിയിലെയും ബീജാപൂരിലെയും ഉള്ള കളക്ടർമാരും ആൾക്കാരും ചേർന്ന് ഇതിന്റെ തണ്ടപ്പേര് കർഷകരുടെ പേരിൽ നിന്ന് വഖഫിന്റെ പേരിലോട്ട് മാറ്റിയത്. അപ്പൊ കർഷകന് ഇത് വിൽക്കാൻ പറ്റത്തില്ല, കർഷകന് ഇത് പണയം വെക്കാൻ പറ്റത്തില്ല. ഫലത്തിൽ കർഷകർ അവിടെ അഭയാർത്ഥികളായി, സ്വന്തം വീട്ടിൽ അഭയാർത്ഥികളും തടവുകാരുമായി. കോൺഗ്രസിന്റെ നേട്ടമാണ്. സ്നേഹത്തിന്റെ കട തുറന്നതാ. പാവം കന്നഡക്കാര് എല്ലാം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ച് മുഹമ്മദ് കി ദൂക്കാൻ, പപ്പുവിന്റെ മുഹമ്മദ് കി ദൂക്കാനിലോട്ട് കയറി വോട്ട് ചെയ്തതാണ്. ഇപ്പം മുഹമ്മത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ, സ്നേഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ പറമ്പിന്റെ ആധാരമില്ല, പറമ്പ് വേറെ വഖഫിന്റെ പേരിലായി, കർഷകനും ഒന്നുമില്ലെന്നായി. കർഷകർ ഇവിടെ സമരം ആരംഭിക്കുകയും BJPയുടെ ഞങ്ങളുടെ MP, ഞാൻ 25 വർഷമായിട്ട് കർണാടകത്തിൽ താമസിക്കുന്നയാളാണ്, ബാംഗ്ലൂർ സൗത്തിന്റെ MP തേജസ്വി സൂര്യ ഈ പ്രശ്നം ഏറ്റെടുത്തതോടുകൂടി എന്ത് ചെയ്തു? രായ്ക്ക് രാമാനം കോൺഗ്രസ്സുകാർ കുട്ടിക്കരണം പറഞ്ഞിട്ട് ഇപ്പം റോണി പറയുന്ന കൂട്ടാനും കാര്യങ്ങളാണ് പറയുന്നത്. അത് അവരെ അവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല, അവർക്ക് വേണേൽ അവിടെ ചേനയും വഴുതനയൊക്കെ കൃഷി ചെയ്യാം, അവരെ ആരും തള്ളി മറിച്ചിട്ടില്ല, അവർക്ക് ഉദ്യോഗസ്ഥന് അങ്ങനെയൊക്കെ പറയും, പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ അഷ്യൂർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഈ പ്രീബി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ വ്യാജ വാഗ്ദാനങ്ങൾ കൊടുത്തു. പക്ഷെ കർഷകർ അതുകൊണ്ട് തൃപ്തരല്ല. പിന്നെ ഇവർ പറയുന്നു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ടുള്ള ബന്ധം. നെഹ്റു ഈ ബില്ലുണ്ടാക്കിയത് 1954, അതായത് 55-ലെ ഇലക്ഷന് തൊട്ട് മുമ്പ്.
ഇന്ദിരാഗാന്ധി സെക്കുലറിസവും സോഷ്യലിസവും ഭരണഘടനയില് പാർലമെന്റിന്റെ ഓട് പൊളിച്ച് കുത്തിക്കയറ്റിയത് 1976 76 ഇലക്ഷന് മുമ്പ്. നരസിംഹറാവു 1995 ഈ വഖഫിന്റെ പുതിയ നിയമം കൊണ്ടുവന്നു 96 ഇലക്ഷന് തൊട്ട് മുമ്പ്. മൻമോഹൻ സിംഗ് 2013 അവസാനം ഈ ബില്ല് കൊണ്ടുവന്നു. എന്തിന്? 2014 ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പൊ കോൺഗ്രസ് ആണ് ഈ ജിഹാദി വോട്ടിന് വേണ്ടി, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോട്ടിന് വേണ്ടി ഈ മഹാ കള്ളത്തരം കാണിച്ചത്. അതായത് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെയും സിഖിനെയും ബുദ്ധനെയും ജൈനനെയും ഫാസ്റ്റായിട്ട് പറ്റിച്ചു. 75 വർഷത്തെ കോൺഗ്രസിന്റെ വഞ്ചനയാണ്. അതായത് നമ്മുടെ കൂടെ നിന്ന് വലിയ സെക്കുലറിസവും സോഷ്യലിസവും സഹജീവി സ്നേഹവും ഗാന്ധിസവും നെഹ്റുയിസവും ഒക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്തവന്റെ ഭൂമി എതിരെ പോയെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ എന്ന്. ഇവന്റെയൊക്കെ ഔദാര്യത്തിനാണോ താമസിക്കുന്നത്? ഈ റോണിയുടെ ഔദാര്യത്തിനാണോ ഇവർ ക്രിസ്ത്യാനി താമസിക്കുന്നത്, ഇവിടുത്തെ ഹിന്ദു താമസിക്കുന്നത്? എന്ത് വിഡിതരമാണ് ഇയാൾ പറയുന്നത്? അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി വഖഫിന് എഴുതി കൊടുത്തേക്ക് പറയാ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ, നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ എന്ന്. അതുപോലെ തന്നെ ഈ ഹൈബീഡന്റെ കഥ കൂടെ ഞാനങ്ങ് പറയാം. ഹൈബീഡൻ കാണിച്ച കള്ളത്തരം ഹൈബീഡനും ഈ വിഡ്ഢി സതീശനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? ഇത് വഖഫിന്റെ കേസല്ല, ഇത് സിവിൽ കേസാണ്, ഇത് ഞങ്ങൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ വഖഫിനോട് പറഞ്ഞിട്ടുണ്ട്, മാൻഡ്രൈക്കിനോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ പേര് തരും, വഖഫ് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല, വഖഫ് വേറെ, മുനമ്പം വേറെ, ചെറായി വേറെ. എന്നിട്ട് ഇപ്പൊ പിന്നെ എന്തിനാ JPCക്ക് പോയത്? JPCക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ. വഖഫ് അല്ലെങ്കിൽ വഖഫിന്റെ JPCക്ക് എന്തിനാണ് ഈ കമ്മിറ്റിക്കാരെ ഹൈബീഡൻ കെട്ടി എഴുന്നള്ളിച്ചത്? വഖഫ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അതായത് കോടതിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ മുഴുവൻ വീടുകളും വഖഫാണെന്ന് പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വീട് മൊത്തം വഖഫാണെന്ന് ഇരിക്കട്ടെ, ആ പാവം ജഡ്ജി കരഞ്ഞോണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഭാര്യയും കുട്ടിയെയും കൂട്ടി നടു റോഡിൽ വന്ന് നിൽക്കേണ്ടി വരും. അയാൾക്ക് പോലും അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ജഡ്ജിക്കോ ഹൈക്കോടതി ജഡ്ജിക്കോ പോലും രക്ഷയില്ല. ഇവിടുത്തെ ഒരു അമ്മാതിരി നിയമം ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ്, ന്യായീകരിക്കുകയാണ് അത് ഇലക്ഷനാണ്. ഒരു ഇലക്ഷന്റെ ഇഷ്യൂ അല്ല, മനുഷ്യന്റെ ജീവൽ പ്രശ്നമാണ്. ഇവിടെ പാകിസ്ഥാൻ ചോദിച്ചു വഖഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആളെണ്ണി കണക്കെണ്ണി 4 രാജ്യങ്ങൾ വഖഫാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാലിദ്വീപ്സ്, ബംഗ്ലാദേശ്. ഈ 4 രാജ്യങ്ങൾ അഖണ്ഡ ഭാരതത്തിൽ നിന്നും ഗാന്ധിയും നെഹ്റുവും കോൺഗ്രസിന്റെയും കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും പിന്നുമായി വഖഫ് ചെയ്ത് കൊടുത്ത സ്ഥലമാണ്. ഇനി ഇവിടെ 1 സെന്റ് ഭൂമി വഖഫില്ല. ഇത് ഹിന്ദുസ്ഥാനാണ്. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണം. ഈ പാകിസ്ഥാൻ നിയമവും ഈ തട്ടിപ്പും ഈ വെട്ടിപ്പും ടക്കിയായും ഒക്കെ ഇതുകൊണ്ട് നിർത്തിക്കണം. അത് പാർലമെന്റിൽ ബില്ല് വരും, അത് പാസ്സാക്കും. ഇതിനകത്ത് കുറെ കള്ളന്മാരെ കൂടെ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 30 ക്രിസ്ത്യൻ MLA മാരും 7 ക്രിസ്ത്യൻ MP മാരും ഉണ്ട്. അവര് വഖഫിനെ സപ്പോർട്ട് ചെയ്തത് വഴി സഭയ്ക്ക് പുറത്തായിരിക്കുന്നു. അവര് രഹസ്യമായിട്ട് മതം മാറി ജിഹാദി മതത്തിൽ ചേർന്നിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും വഖഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മാമോദീസ മുങ്ങിയിട്ടുണ്ട്. വഖഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി അവന്റെ മാമോദീസ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ സഭയിൽ നിന്നും പുറത്തായിരിക്കുന്നു. എനിക്ക് കേരളത്തിലെ മെത്രാന്മാരോട് പറയാനുള്ളത്, ഈ 30 MLA മാരെയും 7 MP മാരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് പള്ളിക്കുറ്റം ചെല്ലണം. അവരുടെ പേരൻസിനെയോ കുടുംബാംഗങ്ങളെയോ അല്ലെ അവരുടെ ബന്ധുക്കളെയോ ഒരു കാരണവശാലും പള്ളിയിൽ അനുവദിക്കാൻ പാടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. അതായത് സ്വന്തക്കാർ മരിച്ചതിന് ശേഷം ശവക്കോട്ടയിൽ നിന്നും ശവോടക്ക് കഴിഞ്ഞിറങ്ങുന്നവന്റെ മോന്തയുമായിട്ടാണ് ഇന്ന് കോൺഗ്രസുകാർ പള്ളിയിൽ വന്നിരിക്കുന്നത്. അതായത് കുരങ്ങ് ചത്ത കാക്കാലത്തിയുടെ അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസുകാരൻ പള്ളിയിൽ വന്ന് നിൽക്കുന്നത്. സഭയെ ഒറ്റി 30 വെള്ളിക്കാശിന് സഭയെ ഒറ്റിയ 30 MLA മാരുടെയും 7 MP മാരുടെയും അവസ്ഥയാണ് ക്രിസ്ത്യൻ നാമധാരികളുടെ. അറിയോ, ഇത് ഇങ്ങനെ ഒരു പറ്റിപ്പ് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, പാകിസ്ഥാൻ കുറെ പേര് വാങ്ങിച്ചു പോയി, കുറെ പേര് വേണ്ടാന്നും പറഞ്ഞ് ഇവിടെ നിന്നു. പക്ഷെ സൂത്രത്തിൽ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഇവിടെ കേരളത്തിന്റെ കാര്യം കൂടെ പറയാം. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, അതായത് ഭൂമി കയ്യേറ്റം മാത്രമാണോ അതോ നമ്മുടെ സാംസ്കാരികതയ്ക്കുമേൽ നമ്മുടെ ചരിത്രത്തിനുമേലുള്ള കയ്യേറ്റം കൂടിയാണോ? ഇത് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും, അതിന് സാമൂഹികമായിട്ടും മതപരമായിട്ടും ഭീകരവാദമായിട്ടും പൊളിറ്റിക്സ് ആയിട്ടും എല്ലാ ആംഗിളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നോണ ഒരാളോട് ഇടതിനോട് ചോദിക്കുമ്പോൾ പറയും അത് കോൺഗ്രസ് നിയമം ഉണ്ടാക്കിയതാണ്, കോൺഗ്രസ്സുകാരനോട് ചോദിക്കുമ്പോൾ പറയും അത് നിസാർ കമ്മീഷൻ ഇടതാണ്. പക്ഷെ ഇതൊന്നും അല്ല കാര്യം. ചില കുറ്റകൃത്യങ്ങളുണ്ട്, UAPA ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം. അതില് പല പല കുറ്റവാളികളാണ്. ഒരു കുറ്റവാളി ഒരു ഭാഗം ചെയ്യും, അടുത്ത കുറ്റവാളി അടുത്ത ഭാഗം ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിലേ ഓടുന്ന പോലെയാണ്. ഇപ്പം നെഹ്റു ഒരു കുറ്റം ചെയ്തു, നെഹ്റു ഖാൻ ഒരു കുറ്റം ചെയ്തു, മൈമുന ബീഗം ഇന്ദിര ഒരു കുറ്റം ചെയ്തു, അത് കഴിഞ്ഞ് PV നരസിംഹറാവു ഒരു കുറ്റം ചെയ്തു, അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് ഒരു കുറ്റം ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് കേരളത്തില് നമ്മുടെ അച്ചുമാമൻ, ഉമ്മൻചാണ്ടി, പിണറായി സർക്കാർ
ഈ 3 പേരും കൃത്യമായിട്ട് ഈ കുറ്റം ചെയ്തു. 74-ൽ ഈ 95-ലെ ബില്ലും 2013-ലെ ബില്ലും ഇല്ല. അതുകൊണ്ടാണ് 74-ൽ ഇവർക്ക് അനുകൂലമായിട്ട് വിധി കിട്ടിയത്. 74 കഴിഞ്ഞ് നിയമം ഇവർക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞപ്പോൾ 2008-ൽ ഇത് വീണ്ടും കുത്തിപ്പൊക്കി നിസാറിനെ കൊണ്ട് ഇവർക്ക് അനുകൂലമായി ഓർഡർ ഗവൺമെന്റിൽ നിന്ന് ഇവർ വാങ്ങിച്ചു. അപ്പൊ ഹൈക്കോടതി പോയി സ്റ്റേ പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇവർ അതിലും വലിയൊരു ഓർഡർ മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്നും സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്നും രാഹുലും പ്രിയങ്ക എല്ലാവരും കൂടെ ചേർന്ന് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കി. ഇന്ത്യ മൊത്തം വഖഫ്, ആരെങ്കിലും ആലോചിച്ച വഖഫ്, ആ രീതിയിലുള്ള നിയമം കൂടി അങ്ങ് പാസ്സാക്കി. സുപ്രീം കോടതിയെ ഇതിന്റെ ജുഡീഷ്യൽ റിവ്യൂ എടുത്തു കളഞ്ഞു. നമുക്ക് സിവിൽ കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ട്രിബ്യൂണൽ വിധി അന്തിമമാകുന്നു. അപ്പൊ കോൺഗ്രസിനോട് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റിന്റെ കുറ്റം കൊണ്ടാണ് നടന്നത്, കമ്മ്യൂണിസ്റ്റിനോട് ചോദിച്ചാൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കുറ്റം കൊണ്ടാണ് നടന്നത്. പക്ഷേ ഇവരുടെ കള്ള എവിടെയാ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ ഈ 2 ആന കള്ളന്മാരും കൂടെ നിയമസഭയിലെ 140 പേരും ചേർന്ന് ഈ കള്ളം പൊളിയാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കി. കേന്ദ്രത്തിന്റെ ബില്ല് തടയണമെന്ന്. കേന്ദ്രത്തിന്റെ ബില്ല് വന്നാൽ ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഈ വഖഫിന്റെ സ്വത്ത് അതിന്റെ അർഹരായിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും കിട്ടും. ഇത് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും ഒന്നിച്ച് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കുകയാണ്. അതായത് ജിഹാദി ഇതര കോൺഗ്രസ് ഇതര ആൾക്കാർ കൃത്യമായ നിലപാടിലേക്ക് ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കോൺഗ്രസ് ബേജാറായിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ പൂച്ച പുറത്തായി, ക്യാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബാഗ്. കോൺഗ്രസിന്റെ കൃത്യമായ അജണ്ട ഇതിനെ സൂത്രത്തിൽ ഒരു ജിഹാദി രാഷ്ട്രമാക്കുന്നു. ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും കുടികിടപ്പുകാരാവുന്നു. ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ വോട്ട് ചെയ്തോണം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജിഹാദികളുടെ ആചാര്യനായ പൂജ്യം അബ്ദുള്ള കൃത്യമായിട്ട് അത് ജനം ടി വി തന്നെ വന്ന് പറഞ്ഞു. അതായത് ഇപ്പം ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരെ ഇറക്കി വിടണ്ട, സമയവും സാഹചര്യവും നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ഇറക്കി വിടണ്ട, അവരവിടെ കിടന്നോട്ടെ, നമുക്ക് ഇച്ചിരൂടെയൊക്കെ സമയവും സാഹചര്യവും ആകുമ്പോൾ അവരെ ആരും ഇറക്കി വിടത്തില്ല, അത് കഴിയുമ്പോൾ ഇറക്കി വിട്ടാൽ മതി. പൂജ്യം അബ്ദുള്ളയുടെ ഉപദേശമാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ടക്കിയ ഒന്നും കോൺഗ്രസ് ആരെ കൊണ്ട് ഇറക്കിച്ചാലും ഇതിന് യാതൊരു പ്രയോജനവും ഇല്ല. ഇവർ ചെയ്ത ഒരു കള്ളത്തരം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. അതായത് ഈ ടാക്സ് അടച്ചോളാൻ ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവര് ടാക്സിൽ കാണിച്ച കള്ളത്തരം നിങ്ങൾക്ക് അറിയാമോ? ഈ ജനങ്ങൾ പോയി ഇത് വിശ്വസിച്ച്, ഈ LDF കാരനെ UDF കാരനെ വിശ്വസിച്ച് ജനങ്ങൾ പോയി ടാക്സ് അടച്ചു. ജോസഫ്, പത്തായി, ചാക്കോ, രമണൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ പ്രോപ്പർട്ടിയിൽ രാമൻ, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് ടാക്സ് അടച്ചു. അവർക്ക് മലയാളത്തിൽ ടാക്സ് റെസിപ്റ്റ് കിട്ടി അതേ പേരിൽ. പക്ഷേ ഇവരുടെ ഒറിജിനൽ റെസിപ്റ്റ് അത് വ്യാജമായിരുന്നു. ഒറിജിനൽ റെസിപ്റ്റ് വഖഫിന്റെ പേരിലായിരുന്നു. ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ ഇടതിനും വലതിനും ചേർന്ന് കർഷകൻ അടച്ച പൈസയ്ക്ക്, മുക്കുവൻ അടച്ച പൈസയ്ക്ക്, പാവപ്പെട്ടവൻ അടിച്ച പൈസയ്ക്ക് മലയാളത്തിൽ അവരുടെ പേരിൽ റെസിപ്റ്റ് കൊടുത്തിട്ട്, വ്യാജ റെസിപ്റ്റ് കൊടുത്തിട്ട് ഒറിജിനൽ റെസിപ്റ്റ് ഇംഗ്ലീഷിൽ അടിച്ച് വഖഫിന്റെ പേരിലോട്ട് കൊടുത്തു. കോടതിയിൽ ഈ കേസ് വന്ന് കോടതി പരിശോധിക്കുമ്പോഴും ട്രിബ്യൂണൽ പരിശോധിക്കുമ്പോഴും എല്ലാം ഇത് വഖഫിന്റെ പേരിലാണല്ലോ ടാക്സ് അടച്ചിരിക്കുന്നത്. അല്ല, കർഷകർ പറയുന്നത് ഞങ്ങളുടെ പേരിലാണ്. ഇപ്പം കർണാടകത്തില് ഇന്ന് ഇതേ ആരോപണം കർണാടക BJP ഉന്നയിച്ചിട്ടുണ്ട്. മുഴുവൻ ഓഡിറ്റ് നടക്കാൻ പോവുക. ഇവർ ഈ നിങ്ങൾ കരവടച്ചോ, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങളുടെ പേരിൽ റെസിപ്റ്റ് തരികയും ഇംഗ്ലീഷില് വഖഫിന്റെ പേരിൽ വേറെ റെസിപ്റ്റ് വഖഫിന് കൊടുക്കുകയും ചെയ്യാണ്. ഇമാതിരി കള്ളത്തരമാണ്. കള്ളനോട്ട് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള കള്ളത്തരമാണിത്. കള്ളനോട്ട് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള കള്ളത്തരം. ഇത് ഭരണപക്ഷം ചെയ്താൽ ഇത് തുറന്നു കാണിക്കേണ്ട ചുമതല കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്. ഭരണപക്ഷം കള്ളനോട്ട് അടിച്ചാൽ അത് തുറന്നു കാണിക്കേണ്ട ചുമതല പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ പ്രതിപക്ഷവും ഈ വ്യാജ റെസിപ്റ്റിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഇതിപ്പോഴാണ് മുനമ്പംകാർക്ക് മനസ്സിലായത്. അവർക്ക് കിട്ടിയ റെസിപ്റ്റ് വ്യാജനായിരുന്നു. ഗവൺമെന്റിൽ പൈസ അടച്ചിട്ട് അവർക്ക് കിട്ടിയ റെസിപ്റ്റ് വ്യാജനായിരുന്നു. വഖഫിന്റെ പേരിലാണ് ഒറിജിനൽ റെസിപ്റ്റ് പോയത്. ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവർക്ക് കിട്ടിയത്. ഇമാതിരി കള്ളത്തരം ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നിട്ടുണ്ടോ? ഇന്ത്യയിലൊന്നല്ല. നിങ്ങളൊരു ബാങ്കിൽ നിങ്ങളുടെ പേര് പൈസ ഇടുന്നു, കുറെ കഴിഞ്ഞ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ പറയാ നിങ്ങൾ അന്ന് പൈസ ഇട്ടു, പൈസ ഒന്നും ഇവിടെ ഇല്ല, ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് വന്ന് പൈസ ഇട്ടു. അവിടെ ഒരു എൻട്രി ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ അയലോക്കക്കാരന്റെ പേരിലാണ് പോയിരിക്കുന്നത്, അല്ലെ നിങ്ങളുടെ ശത്രുവിന്റെ പേരിലാണ് പോയിരിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കുമോ? ഏതായാലും കോൺഗ്രസ്സുകാരൻ സമ്മതിക്കുമോ? നിങ്ങൾ ബാങ്കിലിട്ട പൈസ നിങ്ങളുടെ അക്കൗണ്ടിലല്ല വേറെ അക്കൗണ്ടിലാണ് വരവ് വെച്ചെങ്കിൽ, വേറെ ആളുടെ പേരിലാണ് വരവ് വെച്ചെങ്കിൽ, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ കൊടുത്ത വണ്ടി നിങ്ങളുടെ പേരിലല്ല വേറൊരാളുടെ പേരിലാണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നെങ്കിൽ, അപ്പൊ ഇത് തട്ടിയെടുത്തു, ഭൂമി തട്ടിയെടുത്ത് ജിഹാദി വഖഫിനും പാകിസ്ഥാനും വഖഫിനും കൊടുത്തു എന്ന് മാത്രമല്ല, ആ കയ്യിൽ നിന്ന് പോയ വസ്തുവിന്റെ പേരിൽ ഈ പാവപ്പെട്ടവനെ കൊണ്ട് ഇത് അടപ്പിക്കുകയും കൂടെ ചെയ്തു, കാശ് അടപ്പിക്കുകയും കൂടെ ചെയ്തു. അപ്പൊ ഇതെല്ലാം സെൻട്രൽ ഏജൻസികൾ വന്ന് അന്വേഷിക്കേണ്ടതാണ്. CBI-യും NIA-യും ഒക്കെ വന്ന് ഇത് അന്വേഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് അവന്റെ സിറ്റിസണ് വ്യാജ റെസിപ്റ്റ് കൊടുക്കുന്നത്? എങ്ങനെയാണ് അവൻ അറിയാതെ അവന്റെ തണ്ടപ്പേര് വഖഫിലോട്ട് മാറ്റുന്നത്?
ഇതിന്റെ അത് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും മാത്രമല്ല, കേരളത്തിന്റെ എക്സിക്യൂട്ടീവ്, വില്ലേജ് ഓഫീസറും തഹസീൽദാരും രജിസ്ട്രാറും കളക്ടറും അടങ്ങുന്ന എക്സിക്യൂട്ടീവ് ഇതിന്റെ അകത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതാണിപ്പോ ഇവിടെ കർണാടകത്തിൽ ഇപ്പൊ ആ പ്രശ്നം വന്നിരിക്കുകയാണ്. കളക്ടർ മാറ്റിയത് കളക്ടറോട് തന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു, വില്ലേജ് ഓഫീസർ മാറ്റിയത് വില്ലേജ് ഓഫീസറോട് തന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇതിനെതിരെ ഈ വഖഫ് കൊള്ളക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാവും. അന്നേരം കിടന്ന് മോങ്ങിക്കോടൊന്നും കാര്യമില്ല, കൃത്യമായ പോരാട്ടം ഉണ്ടാവും. വഖഫ് കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം കൂടെ പറയാം, അഭിമാനമുള്ള ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും വെളിച്ചെണ്ണയുമായിട്ട് വഖഫ് ബോർഡിന്റെ അടുത്തേക്ക് പോകില്ല. ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും പോവില്ല. വഖഫ് ബോർഡൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചോണ്ടാ മതി, ഇന്ദിരാഭവനിൽ വെച്ചോണ്ടാ മതി. വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും അതെടുത്ത് പള്ളക്കളയും. അത് ഇത്ര ലേറ്റ് ആയിരിക്കാം, പക്ഷേ അഭിമാനമുള്ള ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വഖഫ് ബോർഡിലോട്ട് പോകില്ല. ഞങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലും കോടതിയാണ് വിശ്വസിക്കുന്നത്, ഗവൺമെന്റിനെയാണ് വിശ്വസിക്കുന്നത്, വഖഫ് ബോർഡിനെ വഖഫ് ട്രിബ്യൂണലിനെ അല്ല. ഈ കേസ് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ മുനമ്പത്ത് ഒരു സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. അവരാദ്യം കോൺഗ്രസിനെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്, ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇന്ത്യ അലയൻസിനെ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷെ അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാവുന്ന പറഞ്ഞ പോലെ ഇതിന്റെ അകത്തേക്ക് കൃത്യമായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ബൂബി ട്രാപ്പാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു ബൂബി ട്രാപ്പാണ്. അതിൻ്റെ അകത്ത് കിടന്ന് ക്രിസ്ത്യാനിയും സിഖനും ജൈനനും ബുദ്ധനും എല്ലാവരും തീരും, ഹിന്ദുവും തീരും. ഇത് പാകിസ്ഥാൻ പോലെ കൃത്യമായിട്ടൊരു ജിഹാദി രാഷ്ട്രമാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ 2015 ഈ കോൺഗ്രസ്സുകാരും കന്നയ്യകുമാറും എല്ലാം കൂടെ JNUവിൽ കിടന്ന് കേരൾ മാംഗെ ആസാദി എന്ന് വിളിച്ചത്? എന്താ കാര്യം? മൊത്തം വഖഫായി. അങ്ങനെയാണ് ആസാദ് കേരളം വരണമെന്ന് ഇവരെല്ലാം കൂടെ വിളിച്ചത്. അത് കഴിഞ്ഞാണ് അവര് പലര് കുന്തിരിക്കം വിളിച്ചത്, വരുന്നു ഞങ്ങളുടെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞാണ് ഇവരുടെ പൊന്നോമന ലീഗ് മുദ്രാവാക്യം വിളിച്ചത്, അമ്പലനടയിൽ കെട്ടിത്തൂക്കും, പച്ചയ്ക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞ്. അന്നേരം ഒന്നും ഈ ഹമാസ് കോൺഗ്രസും ഹിസ്ബുള്ള കോൺഗ്രസും ഒന്നും മിണ്ടിയില്ല. അന്നേരം എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു, ആരും അതിനെ അപലപിച്ചില്ല, കേസെടുത്തില്ല. പക്ഷേ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത അവര് പലര് കുന്തിരിക്കും അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നുള്ള മുദ്രാവാക്യവും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തവർക്കെതിരെ കേരള ഗവൺമെന്റും പോലീസും കേസെടുത്തിട്ടുണ്ട്. വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ്. ഓർത്തോണം ഇവർ ചെയ്ത നന്മ. ഇനി അടുത്തത്, കർണാടകത്തില് ഞാൻ 25 വർഷമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു പരിധി വരെ പ്രൗഡ് ഹിന്ദുസ് ആയിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച അവര് കരയുകയാണ് ജനത്തിന്റെ മുമ്പില്, നിങ്ങളെ ഇറക്കി വിട്ടില്ലല്ലോ, നിങ്ങൾക്ക് കൃഷി ചെയ്യാമല്ലോ. കാരണം ഈ നിയമത്തിന്റെ അപകടം ആർക്കും ബോധ്യമായി. ഈ റോണിയുടെ നേതാവ് കാർഗയുടെ സ്ഥലം പോയി വഖഫില്. അറിയോ, കാർഗ വീട്ടിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. കാർഗയുടെ സ്ഥലം പോയി വഖഫ് കൊണ്ടുപോയി. എന്നിട്ട് കാർഗയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാർഗ അങ്ങനെ തെക്കുവടക്ക് നടക്കുകയാണ്. ഇവിടുത്തെ പല കോൺഗ്രസുകാരുടെ സ്ഥലം പോയിട്ടുണ്ട്. അതറിയാവോ? അവർ മിണ്ടാൻ മേലാണ്ടിരിക്കുക. അവർ മിണ്ടും. റോണി പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരും കൂടെ മിണ്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത്, കേരളം മുഹമ്മദ് കോയ ഭരിച്ചു, കേരളം മൊത്തം വഖഫ്. കേരളം കുറെ കാലം വാര്യംകുന്നൻ അൽ ദൗള സ്ഥാപിച്ചു, മലബാർ വഖഫ്. ടിപ്പു സുൽത്താൻ വന്നു, അവിടെ വഖഫ്. ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വഖഫ്. എന്തൊരു നിയമമാ! അങ്ങനെയാണെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരൻ കുറെ കാലം ഭരിച്ചത് മുഴുവൻ ഇംഗ്ലണ്ടാണോ? ഇന്ത്യ മൊത്തം ഇംഗ്ലണ്ടാണോ? എന്ത് വിവരക്കേട് നിയമമാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കോടതി, ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന ഉണ്ടാക്കിയപ്പം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോടതിയാണ് ഇന്ത്യയുടെ കോടതി. പക്ഷേ കോടതിക്ക് ഇപ്പം ഭയങ്കര നാണമാണ്. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണമാണ്. നാണം മൂത്ത് നമ്മുടെ പഴയ ചുംബൻ ജയരാജൻ പറഞ്ഞ പോലെ ആ അവസ്ഥയിലോട്ട് കോടതി എത്തി. കോടതിക്ക് ഇപ്പം ഇത് പരിഗണിക്കാൻ പറ്റത്തില്ല. ജുഡീഷ്യൽ റിവ്യൂ, ഏതൊരു ചെറിയ കാര്യത്തിനും കോടതി ജുഡീഷ്യൽ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ നിന്നുപോയി. വഖഫിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല. ഈ നിയമങ്ങളൊന്നും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കിയില്ല. ഇതെല്ലാം ഇവർ കാണിക്കുന്നത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് ഈ കോൺഗ്രസിന്റെ ഭരണാധികാരികളും കോടതിയും ഇക്കാര്യത്തിൽ കൾപ്പബിൾ സൈലൻസ്, കുറ്റകരമായ മൗനം ആണ് കാണിച്ചത്. ഇത്രയും ഈ രാജ്യത്തെ വിശ്വസിച്ച് ഇവിടെ നിന്ന മൈക്രോ മൈനോറിറ്റീസ് ഉണ്ട്. സിഖ്, ക്രിസ്ത്യൻ, ജൈനൻ, ബുദ്ധൻ, പാഴ്സി, അവരെ വഞ്ചിച്ചു. ഇവിടുത്തെ 2000 വർഷം ഈ ന്യൂനപക്ഷങ്ങളെ ഇവിടെ സംരക്ഷിച്ച ഹിന്ദു ജനതയെ വഞ്ചിച്ചു. എന്നിട്ട് നിങ്ങൾ വാടക, നിങ്ങളുടെ സ്ഥലത്ത് വേണേ വാടകയ്ക്ക് കിടന്നു, നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ഇറക്കി വിടത്തില്ല, ഒരു ഔദാര്യത്തിന്റെ പേരിൽ നിങ്ങൾ അവിടെ തന്നെ കിടന്നു. പക്ഷെ അത് വിൽക്കാനും പെറുക്കാനും ഒന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് തോന്നുമ്പോൾ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം വരുമ്പോൾ നിങ്ങളുടെ കഴുത്ത് അർത്ഥിച്ച് ഞങ്ങൾ ഇറക്കി വിട്ടോളാം. അതുകൊണ്ട് കോൺഗ്രസ് കാണിച്ച മണ്ടത്തരത്തിനും കോൺഗ്രസ് കാണിച്ച വഞ്ചനയ്ക്കും കോൺഗ്രസ്സുകാർ തന്നെ മാപ്പ് പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കാനല്ല ഇവിടെ കയറിയത്. ഈ നമ്മുടെ രാജ്യത്തെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കയറിയത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരും ഇതങ്ങ് എടുക്കണ്ട. കാരണം ഈ കേരള നിയമസഭ കാണിച്ച് ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെയുള്ള ആൾക്കാരെ പാകിസ്ഥാനിൽ നിന്നും ജിഹാദി വഖഫിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്.
കേരളത്തിലെ 140 പേര്. ഈ 140 MLA-മാരിൽ 30 ക്രിസ്ത്യാനി ഉണ്ടെന്നുള്ളത് പരമ അപമാനമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പാർലമെന്റിൽ ഈ ബില്ല് വലിച്ചു കീറാൻ രാജ്യസഭയില് 2 ഇടതന്മാരും ലോക്സഭയിൽ 5 വനിതന്മാരും ഉണ്ട്, 7 പേര്. ഇത് പരമ അപമാനമാണ്. ഇതിനെതിരെ കൃത്യമായിട്ട് സഭാധികാരികൾ നടപടിയെടുക്കണം. ഈ MP-മാരെ MLA-മാരെയും സഭാധികാരികൾ അരമനയിൽ രൂപതയിൽ വിളിച്ചു വരുത്തി അവരെ മഹ്റോൻ ചെല്ലണം. അത് മാത്രമല്ല, ഈ റോണിയെ പോലെ ഇവിടെ ഇരുന്ന് ഈ ജിഹാദിനെയും വഖഫിനെയും പാകിസ്ഥാനെയും എല്ലാം സൂത്രത്തിൽ സപ്പോർട്ട് ചെയ്ത് ന്യായീകരണം കൊടുക്കുന്ന ഈ വഖഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ സഭയിൽ വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണമെന്ന് ഞാൻ മെത്രാന്മാരോടും സഭയോടും ആവശ്യപ്പെടുക. നിങ്ങളെ കീഴെ കിടന്ന് കരഞ്ഞല്ലോ, മണിപ്പൂർ എന്ന് പറഞ്ഞ്. എവിടെ പോയി മണിപ്പൂരിന് വേണ്ടി കരഞ്ഞവരെന്തിയെ? ഇറങ്ങി വാ. എല്ലാ തുറപ്പന്മാരോടും പറയാ, മണിപ്പൂരിന് വേണ്ടി കരഞ്ഞ തുറപ്പന്മാരെല്ലാം ഇങ്ങോട്ട് വാ. ധൈര്യം ഉണ്ടെങ്കിൽ മുരമത്തോട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. മണിപ്പൂരിന് വേണ്ടി കള്ളക്കരച്ചിൽ കരഞ്ഞ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കേരള കോൺഗ്രസ്സുകാരെയും ഇവാഞ്ചലിസ്റ്റ് ലോബിയൊക്കെ വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ വാ മുരമത്തോട്ട്. അതുകൊണ്ട് ഈ ടക്കിയ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാവുന്ന കോൺഗ്രസ്സുകാർ ഇനി കരുതരുത്. കോൺഗ്രസ് ഒരു ജിഹാദി പാർട്ടിയാണെന്നും കോൺഗ്രസ് മുഗളന്മാരുടെ പിന്മുറക്കാരാണെന്നും അത് നയിക്കുന്ന മുഗളന്മാരാണെന്നും കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ടാ ഇപ്പൊ മാപ്പിളസ്ഥാനിൽ വന്ന് ലീഗിന്റെ ഔദാര്യത്തിൽ മത്സരിക്കേണ്ടി വന്നത്? ആലോചിച്ച് നോക്ക്. വടക്കേന്ത്യയിലൊക്കെ മത്സരം ഉണ്ടായിരുന്നല്ലോ. മാപ്പിളസ്ഥാൻ ലീഗ് ചോദിച്ച മാപ്പിളസ്ഥാനിൽ വന്ന് ലീഗിന്റെ പാകിസ്ഥാൻ കൊടിയുടെ കീഴിൽ നിങ്ങളുടെ നേതാവ് ഇപ്പൊ മത്സരിക്കുന്നുണ്ട് വയനാട്ടില്, മാപ്പിളസ്ഥാനില്. അവിടെ വക്കഫ, അവിടെ മറ്റു ഭരിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരം മൊത്തം പൊളിഞ്ഞു. 75 വർഷം ഈ രാജ്യത്തെ 4 തലമുറയെ പറ്റിച്ചവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ 4 തലമുറ കോടിക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും കുരുതി കൊടുത്തവരാണ് നിങ്ങൾ. ഈ സ്വത്ത് മൊത്തം, അതായത് ഇവിടുന്ന് പോയ ജിഹാദികളുടെ സ്വത്തുക്കൾ പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വരുന്ന ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്, മറ്റു മതക്കാർക്ക് അവകാശപ്പെട്ടതാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് ഈ ബില്ല് കൊണ്ട് നിർത്തരുത്. വഖഫിന്റെ മുഴുവൻ സ്വത്തും പിടിച്ചെടുക്കുക. അത് ഇവിടുത്തെ പാവപ്പെട്ട SC ST OBC EWS ഹിന്ദുക്കൾക്ക്, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വിതരണം ചെയ്യുക. വഖഫിനെ ഫുള്ളായിട്ടും ബാൻ ചെയ്യുക. അങ്ങനെ ഒരു സാധനം ഈ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ ഹിന്ദുസ്ഥാനിൽ ആവശ്യമില്ല. കോൺഗ്രസ് ഫ്രീ ഇന്ത്യ, വഖഫ് ഫ്രീ ഇന്ത്യ, അതാണ് ഇന്ത്യയിൽ വേണ്ടത്. കോൺഗ്രസ് എന്ന ചതിയന്മാർക്ക് 75 വർഷം അവസരം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച അവസ്ഥ.